വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ മിക്ക ലേഖനങ്ങളിലും കാണുന്നത് പോലെ എഫേസ്യ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ദൈവം ചെയ്തിട്ടുള്ള മഹാ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനവും രണ്ടാം ഭാഗത്ത് ദൈവം ചെയ്തിട്ടുള്ളതിന് നാം ചെയ്യുവാൻ കടപ്പെട്ടിട്ടുള്ള കർത്തവ്യവും കുറിക്കുന്നു. എഫേസ്യ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ പ്രബോധനം ആരംഭിക്കുന്നു. ക്രിസ്തീയ മാർഗത്തിൽ ചരിക്കുവാൻ ക്രിസ്ത്യാനികളെ ആഹ്വാനം ചെയ്യുന്നത് ആജ്ഞയല്ല, പ്രബോധനമത്രേ. ക്രിസ്തുവിൽ സ്വതന്ത്രരായി തീർന്ന നമുക്കിനിയും ആജ്ഞയൊന്നുമില്ല. നാം പിതാവിൻ്റെ മക്കളും യേശുവിന് സഹോദരങ്ങളുമത്രേ. അപ്പോൾ മക്കൾ നമ്മൾ ലൗകിക പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ചതുപോലെ സ്വർഗീയ പിതാവിൻ്റെ ഹിതവും വാക്കുകളും മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക എന്നത് നമ്മുടെ ധർമ്മമാണ്. ദൈവസൃഷ്ടിയുടെ അവകാശികളായി തീരുവാൻ വേണ്ടി വിളിക്കപ്പെട്ട നാം ഏത് വിധത്തിലാണ് ജീവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപാദ്യ വിഷയം. സർവ്വലോകങ്ങളുടെയും രാജാതിരാജവനായ ദൈവം മക്കളായി ദത്തെടുത്തിട്ടുള്ള നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന സർവ്വവിനയവും താഴ്മയുമാണെന്ന് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നു. അതെ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യുവീനെന്ന് എഫേസ്യ ലേഖനം 4:1-3 വരെയുള്ള വചനങ്ങളിൽ കൂടി കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയോടെന്ന പോലെ നമ്മോടും പറയുന്നു. പ്രിയമുള്ളവരെ, ശിഷ്യന്മാരുടെ കാൽ കഴിയ ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയായിരിക്കട്ടെ. എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പീൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. 1 പത്രോസ് 3:8-9. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.